എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു തക്കാളി വെച്ചിട്ടുള്ള പുളിശ്ശേരിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തക്കാളി വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ അതിനായിട്ട് ഒരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരിഞ്ഞും കൂടി എടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളതെല്ലാം അരിഞ്ഞുകൂടി എടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് പച്ചമുളകും കൂടി നമുക്ക് എടുക്കണം. ഒരു 4 പച്ചമുളകായിരുന്നു നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള പച്ചമുളക് കൂടി നമുക്ക് കീന്തിയിടാം. എപ്പോഴും എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് നടുവേ ഒന്ന് കീറിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി കറി തയ്യാറാക്കാം. നമ്മൾ ചട്ടിയിലാണ് കറി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ചട്ടിയിലുള്ള വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് പറ്റി വന്ന് ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടായാൽ തന്നെ നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി എണ്ണ കൂടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, തക്കാളി എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള മുളകിൻ്റെ പുറം ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് പൊള്ളി തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരുവോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി തക്കാളി വഴറ്റിയെടുക്കുന്ന കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തക്കാളി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തക്കാളി ചേർക്കാനുള്ള അരപ്പാണ്. അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഒരു അരമുറി തേങ്ങയുടെ പകുതിയോളം നമ്മൾ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 7 ചുള വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ്. അത് ഒരു നുള്ള് ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചുകൂടി എടുക്കാം. നല്ലപോലെ പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. നമ്മൾ അരപ്പരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാത്രം നമ്മൾ അരപ്പിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് തക്കാളിയുടെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരപ്പ് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറിക്ക് വേണ്ടുന്ന വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് കറി തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ ഈ അരപ്പൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മളിനി തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കാറില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് അരപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമാണ് തൈര് ചേർത്ത് കൊടുക്കാറുള്ളൂ. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ അരപ്പി കിടന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. അതിനായിട്ട് 1 ഗ്ലാസ് തൈരാണ് എടുക്കുന്നത്. ഇനി നമുക്ക് തൈര് നല്ലപോലെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചുകൂടി എടുക്കണം. അടിച്ചുകൂടി എടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ അടിച്ചെടുത്തിട്ടുള്ള തൈര് കറിയിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയാൽ മാത്രം മതി. ഇനി നമ്മുടെ കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായാൽ തന്നെ കറി വാങ്ങാവുന്നതാണ്. ഇനി തൈര് ചേർത്തതിന് ശേഷം ഒട്ടും തിളയ്ക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് എല്ലാം പോകും. അതുകൊണ്ട് തന്നെ കറി ചെറുതായിട്ടൊന്ന് ചൂടായാൽ തന്നെ നമുക്കിനി അടുപ്പത്തുനിന്ന് വാങ്ങാവുന്നതാണ്.
കറി ഒട്ടും തിളച്ച് പോകാതിരിക്കാനായിട്ട് കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അതാവുമ്പോൾ ഒട്ടും തിളച്ച് പോകാതെ നമുക്ക് കറി വാങ്ങാനായിട്ട് പറ്റും. ഇനി ചെറുതായിട്ടൊന്ന് ആവി വന്നാൽ മാത്രം മതി, നമ്മുടെ കറി വാങ്ങാവുന്നതാണ്. കറി പാകത്തിന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ തക്കാളി പുളിശ്ശേരി അങ്ങനെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.